ഹായ്, ഇന്ന് ദുബായിലെ വെഹിക്കിൾസിൻ്റെ ടോൾ സിസ്റ്റമായ സാലിക്കിനെ കുറിച്ച് സംസാരിക്കുന്നതിനായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാ വണ്ടികളും നിർബന്ധമായും സാലിക്ക് രജിസ്റ്റർ ചെയ്തിരിക്കണം. സാലിക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ എനോക്കിൻ്റെ എപ്കോയുടെയോ പെട്രോൾ പമ്പ് മുഖേനയോ നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഫിസിക്കലായിട്ടുള്ളൊരു ചിപ്പുള്ള ഒരു കാർഡ് നമ്മൾ എല്ലാ വണ്ടിയുടെയും വിൻഷീൽഡിൽ പേസ്റ്റ് ചെയ്തിരിക്കണം. അത് റീചാർജ് ചെയ്യാനായിട്ടും ഓൺലൈനായിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും പെട്രോൾ പമ്പ് വഴിയായിട്ടും അല്ലെങ്കിൽ സാലിക്കിൻ്റെ മൊബൈൽ ആപ്പോ വെബ്സൈറ്റോ വഴിയായിട്ടും നമുക്ക് റീചാർജ് ചെയ്യാവുന്നതാണ്. ഇന്ന് പറയുന്നത് സാലിക്കിൻ്റെ പുതിയ അപ്ഡേറ്റ്സുകളാണ്. 2025 ജനുവരി 1 മുതൽ സാലിക്കിൻ്റെ റേറ്റ്സിൽ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. മുൻപ് എല്ലാ ട്രാൻസാക്ഷൻസും 4 ദിറംസ്, അതായത് ഒരു ടോൾ പ്ലാസ നമ്മൾ ക്രോസ് ചെയ്യുന്നതിന് 4 ദിറംസ് ആയിരുന്നു ഈടാക്കിയിരിക്കുന്നത് എങ്കിൽ ഈ 2025 ജനുവരി 1 മുതൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സമയത്തിനെ രണ്ടായിട്ട് ഖണ്ഡിച്ചിട്ടുണ്ട്. ഒന്ന് പീക്ക് അവേഴ്സും 2 നോൺ പീക്ക് അവേഴ്സും. പീക്ക് അവേഴ്സിനെ കുറിച്ച് സംസാരിക്കാം. പീക്ക് അവേഴ്സ് എന്ന് പറഞ്ഞാൽ രാവിലെ 6 മണി മുതൽ രാവിലെ 10 മണി വരെ, അത് കഴിഞ്ഞ് വൈകുന്നേരം 6 മണി മുതൽ വൈകുന്നേരം 10 മണി വരെ. ഇങ്ങനെയുള്ള 8 മണിക്കൂറാണ് പീക്ക് അവേഴ്സ്. അതായത് നമ്മൾ ഓഫീസിൽ പോകുന്നതും ഓഫീസിൽ തിരിച്ചു വരുന്നതുമായിട്ടുള്ള ആ റഷ് പിടിച്ച സമയമുണ്ടല്ലോ, അതിനെയാണ് അവർ പീക്ക് അവേഴ്സ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ സമയത്ത് ഏത് ടോൾ പ്ലാസ നമ്മൾ ക്രോസ് ചെയ്താലും 6 ദിറംസ് ആയിരിക്കും. അതല്ലാതെ നോൺ പീക്ക് അവേഴ്സ് ബാക്കിയുള്ള സമയങ്ങളിൽ 4 ദിറംസ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഒരു കൺസെഷൻ ഇതിൽ തന്നിട്ടുണ്ട്. രാത്രി 1 മണി മുതൽ, അതായത് അർദ്ധരാത്രി 1 മണി മുതൽ വെളുപ്പിന് രാവിലെ 6 മണി വരെ എല്ലാ സാലിക് ടോളുകളും ഫ്രീ ആയിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത്. പിന്നെ പബ്ലിക് ഹോളിഡേയ്സിലും എല്ലാ സാലിക് ഗേറ്റുകളും ഫ്രീ ആവുമെന്നാണ് RTI ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സാലിക്കിൻ്റെ പുതിയ റേറ്റ്സും മറ്റും കൊണ്ട് എല്ലാവരും അപ്ഡേറ്റ് ചെയ്യുകയും റീചാർജ് ചെയ്യാനും മറക്കരുത്. ഫൈൻ വരും. ഓരോ ട്രാൻസാക്ഷനും നമ്മൾ കാർഡിൽ പൈസ ഇല്ലെങ്കിൽ ഫൈൻ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.